2.5 വർഷമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന പുന്നല റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. നിർമ്മാണം നടക്കുന്ന കലുങ്കിൽ ലോറി കുടുങ്ങി ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. നിർമ്മാണം നടക്കുന്ന കലുങ്കിൽ ലോറി കുടുങ്ങി ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് 2.5 വർഷമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന പുന്നല റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. രാവിലെ ടിപ്പർ ലോറി കലുങ്ക് നിർമ്മാണം നടക്കുന്ന പാലത്തിൽ കുടുങ്ങി വശത്തേക്ക് മറിയാതിരുന്നത് വൻ അപകടവും ഒഴിവാക്കി. കഴിഞ്ഞ 1 മാസം മുമ്പേയും ഈ സ്ഥലത്ത് തടി കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ട് ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് പുന്നല പത്തനാപുരം റോഡിന്റെ വർക്ക് പണി ചെയ്തിട്ടും പണിതീരാത്തൊരവസ്ഥയാണ്. എന്നാൽ 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് 68 കോടി രൂപ കിഫ്ബിയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ നടക്കുന്ന റോഡാണ് പുന്നല പത്തനാപുരം റോഡ് എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് നിലവിൽ അലുമുക്ക് പുന്നല റോഡിലൂടെയും അതുപോലെ തന്നെ പത്തനാപുരം പുന്നല റോഡിലൂടെയും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്ന് രാവിലെ തന്നെ കല്ലാമുട്ടം ഭാഗത്ത് കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വണ്ടി ഇടിഞ്ഞ് താഴ്ന്ന് മറിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി. ഇത് പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികളോട് നമ്മൾ കൃത്യമായി അവരുടെ അറിയിച്ചിട്ട് പോലും അവർ ഈ റോഡിൽ ഒന്ന് ഇൻസ്പെക്ഷൻ നടത്തുവാൻ പോലും തയ്യാറാകുന്നില്ല. 6 വാർഡിലെ 15,000-ൽ പരം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പുന്നല എന്ന് പറയുന്നത്. പള്ളിമുക്കിൽ നിന്ന് തുടങ്ങി അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു അന്തർ സംസ്ഥാന പാതയാണ് ഈ പുന്നലയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നാളിതുവരെയായിട്ടും ഗണേഷ് കുമാർ MLA ഈ റോഡിൽ തിരിഞ്ഞു നോക്കുവാൻ പോലും തയ്യാറാകുന്നില്ല. ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ല. കോടികൾ ചെലവഴിക്കുന്ന റോഡ് നിർമ്മാണവും കലുങ്ക് നിർമ്മാണവും അശാസ്ത്രീയമാണെന്നും നിർമ്മാണം മന്ദഗതിയിലാണെന്നും എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ നാട്ടുകാരെ സംഘടിപ്പിച്ച് ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കളായ ഹുനൈസ് PM സാഹിബ്, അഡ്വക്കേറ്റ് സാജു ഖാൻ, ബിനു കിരിക്കൽ, ഷൈജു പുന്നല തുടങ്ങിയവർ പറഞ്ഞു. PWD പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചർച്ചയ്ക്കൊടുവിലാണ് റോഡ് ഉപരോധം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.